പല സ്വഭാവമുള്ള കുട്ടിക്കാലങ്ങളിലൂടെ കടന്നു വന്നാണ് നമ്മളെല്ലാവരും ഈ പ്രായത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങളും ചിന്തകളുമെല്ലാം വ്യത്യസ്തമായിരിക്കും. എങ്കിലും കുട്ടിക്കാലത്ത് എല്ലാവരും ഒരുപോലെ കണ്ട ഒരു സ്വപ്നം ഉണ്ടാവും. അതിങ്ങനെയാണ്: ദൈവം എന്നെങ്കിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, ഒരു വരം ആവശ്യപ്പെടുമ്പോൾ കാത്തുവെച്ച് ഒരാഗ്രഹം, എല്ലാവരെയും തോൽപ്പിക്കാൻ സാധിക്കുന്ന, പറക്കാൻ സാധിക്കുന്ന അതിശക്തനായ ഒരു സൂപ്പർ ഹീറോയായി മാറണം എന്ന്. അതിനുവേണ്ടി നമ്മുടെ ഉള്ളിൽ ഒരു സൂപ്പർ ഹീറോയെ നാം ഒളിപ്പിച്ചു വെച്ചിട്ടുമുണ്ടാവും. അത്തരം സൂപ്പർ ഹീറോകൾക്ക് ചെയ്തു തീർക്കാൻ ഒരു പടി കാര്യങ്ങളും ഉണ്ടാവും. എന്നാൽ പിന്നീട് ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടില്ല എന്നും അങ്ങനൊരു വരം ആവശ്യപ്പെടില്ല എന്നും നാം തിരിച്ചറിയുന്ന ദിവസം, ആ ദിവസം മുതൽ നമ്മുടെ ഉള്ളിലെ സൂപ്പർ ഹീറോ മങ്ങിത്തുടങ്ങും. നാം സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് സൂപ്പർ ഹീറോകളെ. എന്നാൽ സൂപ്പർ ഹീറോകളെ മാത്രമല്ല, സൂപ്പർ ഹീറോകളെ എതിരിടുന്ന സൂപ്പർ വില്ലന്മാരെയും നാം കണ്ടിട്ടുണ്ട്. അത്തരം വില്ലന്മാർ ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മുടെ ഭൂമിയിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെയായിരിക്കും? സിനിമ പോലെ സുഖമുള്ളൊരു കാര്യമായിരിക്കില്ല, അല്ലേ? എന്നാൽ ചിലർ പറയുന്നു അത്തരം സൂപ്പർ വില്ലന്മാർ നമ്മുടെ ഭൂമിയിലുണ്ട് എന്നും അവരെ നമ്മുടെ മുമ്പിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ് എന്നും. അറിയാം SCP ഫൗണ്ടേഷനെ കുറിച്ച്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. സൂപ്പർ ഹീറോകളും സൂപ്പർ വില്ലന്മാരും എന്തൊക്കെ തള്ളാടോ താൻ തള്ളുന്നത്? ചിലരെങ്കിലും അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയേക്കാം. അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. നമുക്കറിയാത്തൊരു വിഷയം ആദ്യമായി കേൾക്കുമ്പോൾ ആധുനിക മലയാളിയുടെ ആദ്യ പ്രതികരണത്തിൻ്റെ ഓമന പേരാണ് തള്ള്. ചില വിഷയങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിനൊരിക്കലും യുക്തിയുമായി ചേർന്ന് പോകാൻ സാധിക്കില്ല. അത്തരം വിഷയങ്ങളെ തള്ളണോ കൊള്ളണോ എന്ന് ചിന്തിക്കേണ്ടത് കേൾവിക്കാരനാണ്. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്ന വിഷയവും അത്തരത്തിലുള്ളൊരു വിഷയമാണ്. അതിന് യുക്തിയുമായി ചേർന്ന് വായിക്കാൻ സാധിക്കില്ല. SCP ഫൗണ്ടേഷൻ. എന്താണ് SCP ഫൗണ്ടേഷൻ? അങ്ങനൊരു വാക്ക് ആദ്യമായി കേൾക്കുന്നവരാവും ബഹുഭൂരിപക്ഷവും. അതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളോട് വന്ന് അയാൾക്കുണ്ടായ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവം പറഞ്ഞു എന്ന് കരുതുക. അതിന് പിന്നിൽ അമാനുഷികമായൊരു ശക്തിയായിരുന്നു എന്ന് അയാൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു എന്നും കരുതുക. നിങ്ങൾ എങ്ങനെയായിരിക്കും ആ വിഷയത്തെ ആക്സെപ്റ്റ് ചെയ്യുക? അത് അയാളുടെ സങ്കല്പമാണ്, അതല്ലെങ്കിൽ അത് അയാളുടെ തോന്നൽ മാത്രമാണ് എന്നായിരിക്കും, അല്ലേ? നിങ്ങൾ കാണാത്തൊരു വിഷയത്തെ അയാളുടെ സങ്കല്പമാണ് എന്നും ആ വിഷയത്തെ നിങ്ങളുടെ യുക്തി കൊണ്ട് നിങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. എന്നാൽ അതേ അനുഭവം ഒരുപാട് പേർക്കുണ്ടെങ്കിലോ, ഏകദേശം അതിനോട് സാമ്യമായ അനുഭവം പലരും നിങ്ങളോട് പറയുന്നുണ്ട് എങ്കിലോ, നിങ്ങൾ ചെറുതായി വിശ്വസിച്ച് തുടങ്ങും, അല്ലേ? സിനിമകളിൽ പോലും കാണാത്ത, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്തരം ഒരുപാട് അനുഭവങ്ങളും കഥകളും അതിൻ്റെ കാരണക്കാരുടെയും ശേഖരമാണ് SCP ഫൗണ്ടേഷൻ. ഇപ്പോഴും പൂർണ്ണമായി അങ്ങ് മനസ്സിലായി കാണില്ല. DC-യുടെയും മാർവലിൻ്റെയും സൂപ്പർ ഹീറോകളെയും സൂപ്പർ വില്ലന്മാരെയും നമുക്കറിയാം. അവരെല്ലാവരും സിനിമകളിലും കഥകളിലുമായി ഒതുങ്ങിയിരിക്കുന്നവരാണ്. എന്നാൽ SCP ഫൗണ്ടേഷൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള SCPകൾ ഇത്തരം വില്ലന്മാരെ വെല്ലുന്നവരാണ്. ലോകത്തെ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന, മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഇത്തരം SCPകളെ ചില സൂപ്പർ ഹീറോകൾ കീഴ്പ്പെടുത്തിയതിനു ശേഷം ഭൂമിയിലെ ഏതോ ഒരു കോണിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ചില കണ്ടെയ്നറുകളിൽ. ഇത്തരം SCPകളുടെ സ്വഭാവത്തിനനുസരിച്ച് അവരെ പൂട്ടിയിട്ടിരിക്കുന്ന കണ്ടെയ്നറുകളും വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുന്നു. കേൾക്കുമ്പോൾ ഒരു X-Men സിനിമ കാണുന്നത് പോലെ ഉണ്ട്, അല്ലേ? SCP എന്ന അക്ഷരത്തിന് ശേഷം ചില കോഡ് നമ്പറുകൾ ചേർത്താണ് ഇവയെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഇതൊരു ജീവിയാവാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആവാം, അതുമല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ആവാം.
അതുമല്ലെങ്കിൽ ഒരു പ്രതിഭാസമാവാം. SCP സെക്യൂർ, കണ്ടെയ്ൻ, പ്രൊട്ടക്റ്റ്. ഈ 3 വാക്കുകളാണ് SCP എന്ന അക്ഷരങ്ങളിലൂടെ വിശദീകരിക്കുന്നത്. സെക്യൂർ എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് ലോകത്ത് നടക്കുന്ന അസാധാരണവും അമാനുഷികവുമായ വിഷയങ്ങളെ കണ്ടെത്തുക, അവയെ നിരീക്ഷിക്കുക എന്നതാണ്. കണ്ടെയ്ൻ എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത്തരം അനോമലീസ് ലോകത്ത് പടരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ റീലൊക്കേറ്റിംഗ്, കൺസീലിംഗ് ആൻഡ് ഡിസ്മാൻഡ്ലിംഗ് ദ അനോമലീസ്. അതായത് ഇത്തരം വിഷയങ്ങളെ നേരിട്ട് കാണുകയോ അനുഭവിക്കുകയോ ചെയ്ത മനുഷ്യരുടെ ഓർമ്മകളെ ചില ടെക്നോളജിയോ റേഡിയേഷനോ ഉപയോഗിച്ച് ഇല്ലാതാക്കുന്നതിലൂടെ അത് പടരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. അടുത്തത് പ്രൊട്ടക്റ്റ്. ആ ഒരു വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെ ഇത്തരം SCPകളിൽ നിന്നും ലോകത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു സംഘടനയുടെ ലക്ഷ്യം. SCP ഫൗണ്ടേഷൻ എന്നത് യാഥാർത്ഥ്യമാണ് എന്നും അല്ല എന്നും വാദമുണ്ട്. അതുകൊണ്ട് തന്നെ SCP ഫൗണ്ടേഷൻ എന്നതൊരു കോൺസ്പിറസി തിയറിയാണ്. എന്നാൽ SCP വിക്കി എന്ന വെബ്സൈറ്റിൽ ഇതുവരെ കണ്ടെത്തിയ 5000-ൽ കൂടുതൽ SCPകളെ കുറിച്ച് വളരെ വ്യക്തവും ശാസ്ത്രീയവുമായ ലിസ്റ്റുണ്ട്. അത്തരം ലിസ്റ്റുകളിൽ അവയുടെ പേര്, അവയുടെ സ്വഭാവം, അവയുടെ കണ്ടെയ്ൻമെൻറ്റ് പ്രൊസീജിയർ തുടങ്ങിയ പല കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവയിൽ പലതും നമ്മെ ഭയപ്പെടുത്തുന്നവ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വിശ്വസനീയമായി തോന്നിയത് അവയിൽ പല SCPകളെയും ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടുകൾ പോലും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നതാണ്. ചില SCPകളെ കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കാം. പൊതുവെ ഇത്തരം SCPകളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അവ മനുഷ്യരാശിക്ക് വിതയ്ക്കാവുന്ന അപകടത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ് ഇവയെ 3ആയി തരംതിരിച്ചിരിക്കുന്നത്. 1 സേഫ്, 2 യൂക്ലിഡ്, 3 കീറ്റർ. സേഫ് വിഭാഗത്തിൽ പെടുന്നു എന്നതുകൊണ്ട് അവ പൂർണ്ണമായും സേഫാണ് എന്നർത്ഥമില്ല. താരതമ്യേന മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപകടം കുറവുള്ളതും രക്ഷപ്പെടാൻ സാധ്യത കുറവുള്ളതുമായവയെയാണ് സേഫ് വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. അവയിലൊരു ഉദാഹരണമാണ് SCP-458. SCP-458 എന്നത് ഒരു പിസ്സ ബോക്സ് ആണ്. ഈ പിസ്സ ബോക്സ് ഒരു സാധാരണ പിസ്സ ബോക്സ് അല്ല. അതിനൊരു പ്രത്യേകതയുണ്ട്. അതിലെ പിസ്സ എടുത്താലും തീരില്ല എന്നതാണ്. നാം ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള, നാം ആഗ്രഹിക്കുന്ന ഫ്ലേവറിലുള്ള, നാം ആഗ്രഹിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ള പിസ്സയാണ് ആ ബോക്സിലൂടെ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്നായിരിക്കും ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക. ശരിയാണ്. പക്ഷേ SCP ഫൗണ്ടേഷൻ പറയുന്നത് അങ്ങനെ ഒരു ബോക്സിലൂടെ ഈ ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ്. അടുത്തൊരു SCP-ആയി പറയുന്നത് SCP-999 ആണ്. കാഴ്ചയിൽ ഒരു ഭീമൻ ജെല്ലിയാണ്. മഞ്ഞ നിറമുള്ള പീനട്ട് ബട്ടർ പോലുള്ള ഒരു ജെല്ലി. ഏതാണ്ട് 58 കിലോയോളം ഭാരമുള്ള ഈ ഒരു വലിയ ഭീമൻ ജെല്ലി സ്പർശിക്കുന്നതിലൂടെ ആരാണോ അതിനെ സ്പർശിക്കുന്നത് അയാൾ സന്തോഷവാനായി മോഹാലസ്യപ്പെട്ടു വീഴും. ഒരു നിമിഷം കൊണ്ട് ഒരുപാട് പേരെ വശീകരിക്കാൻ ഈ ഒരു ജെല്ലിക്ക് സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ജെല്ലിക്ക് ഏത് രൂപത്തിലേക്കും ഏത് വലുപ്പത്തിലേക്കും രൂപം മാറാനും സാധിക്കുമെന്ന് SCP വിക്കി പറയുന്നു. അടുത്തത് യൂക്ലിഡ് വിഭാഗമാണ്. യൂക്ലിഡ് വിഭാഗത്തിൽപ്പെടുന്ന SCPകൾ ഒരു തരത്തിൽ അപകടകാരികളാണ്. അവയെ കണ്ടെയ്ൻ ചെയ്യാൻ വളരെയേറെ പ്രയാസവുമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തകർക്കാൻ സാധിക്കാത്ത കണ്ടെയ്നറുകളിലാണ് അവയെ സൂക്ഷിച്ചിരിക്കുന്നത്. യൂക്ലിഡ് വിഭാഗത്തിൽ ജീവികൾ മാത്രമല്ല, യൂക്ലിഡ് വിഭാഗത്തിൽ പ്രേതബാധയുണ്ട് എന്ന് ഉറപ്പിച്ചിട്ടുള്ള പല വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്നു. അവയിലൊന്നാണ് SCP-895. അതൊരു ശവപ്പെട്ടിയാണ്. ഒരു വലിയ മുറിയുടെ കോണിൽ ഒറ്റയ്ക്ക് നിർത്തിയിരിക്കുന്ന ഒരു ശവപ്പെട്ടി. ആ മുറിക്ക് ചുറ്റും ക്യാമറകളുണ്ട്. പലപ്പോഴും രാത്രികളിൽ ആ മുറിയിലെ വെളിച്ചം ഇടയ്ക്ക് പോകാറുണ്ട്. അങ്ങനെ പോയ ശേഷം ആ വെളിച്ചം തിരികെ വരുമ്പോൾ അവിടെ ആ ശവപ്പെട്ടി കാണാറില്ല. പലപ്പോഴും ക്യാമറയിലൂടെ നോക്കുമ്പോൾ ആ ശവപ്പെട്ടിക്ക് പിറകിലുള്ള ചുവരിൽ രക്തക്കറകൾ കാണാറുണ്ട്. മറ്റൊന്ന് SCP-173 എന്ന പ്രതിമയാണ്. കാണുമ്പോൾ ഒരു വികൃതമായ കോൺക്രീറ്റ് പ്രതിമ ചാരി വെച്ചതുപോലെ തോന്നും. എന്നാൽ അതിനെ നോക്കി നിൽക്കുമ്പോൾ ഒന്ന് കണ്ണടയ്ക്കുന്ന നിമിഷം കൊണ്ട് അത് നമ്മുടെ കൺമുമ്പിലെത്തും. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് നമുക്ക് അഭിമുഖമായി നിന്ന് നമ്മുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ അതിന് സാധിക്കും. അങ്ങനെ എത്രയോ കാവൽക്കാരെ അത് കഴുത്ത് ഞെരിച്ച് കൊന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. യൂക്ലിഡ് വിഭാഗത്തിലെ തന്നെ ഏറ്റവും അപകടകാരി എന്ന് പറയപ്പെടുന്ന ഒന്നാണ് SCP-049.
കാഴ്ചയിൽ 17-ാം നൂറ്റാണ്ടിലെ പ്ലേഗ് ഡോക്ടർമാരെ പോലെ തോന്നിക്കുമെങ്കിലും കാക്കയുടെ തലയും വലിയ കൊക്കും മനുഷ്യന്റെ ശരീരവുമുള്ള ഒരു ഭീകര സത്വമാണ് SCP-049. മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയുന്നു, മനുഷ്യനെ പോലെ ബുദ്ധിയുള്ള, മനുഷ്യനെ പോലെ പല ഭാഷകളും സംസാരിക്കാൻ കഴിവുള്ള ഒരു എൻറ്റിറ്റിയാണ് SCP-049. ഒരു സ്പർശനത്തിലൂടെ മനുഷ്യന്റെ ശരീരത്തിലെ സകല പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കാൻ അതിന് സാധിക്കും. എക്സ്റേയിലൂടെ അതിൻ്റെ തലയോട്ടിൽ നിന്നും വളർന്ന കൊക്കും മനുഷ്യനോട് ചേർന്ന അസ്ഥികൂടവും വ്യക്തമായതാണ്. ഏറ്റവും അപകടകാരിയായതുകൊണ്ട് തന്നെ ഒരിക്കലും രക്ഷപ്പെട്ടു പോകാത്ത രീതിയിലുള്ള ഒരു കണ്ടെയ്നറിലാണ് അതിനെ പൂട്ടിയിട്ടിരിക്കുന്നത്. അടുത്ത വിഭാഗമാണ് കീറ്റർ വിഭാഗം. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അപകടകാരികളും തടവിലാക്കാൻ ഏറ്റവും കൂടുതൽ പ്രയാസമേറിയവയുമായ SCP എൻറ്റിറ്റീസ് ആണ് കീറ്റർ വിഭാഗത്തിലുള്ളത്. ചിലപ്പോൾ അവയെ മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടും അവ ഏത് രീതിയിൽ പെരുമാറുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടുമായിരിക്കാം അവയെ അപകടകാരികൾ എന്ന് പറയുന്നത്. അവയിലൊന്നാണ് SCP-106. ഓൾഡ് മാൻ എന്നറിയപ്പെടുന്ന ഈ SCP കാഴ്ചയിൽ വികൃതമായ മുഖത്തോടു കൂടിയ ഒരു മനുഷ്യരൂപമാണ്. അയാളുടെ ശരീരത്തിൽ കറുത്ത ദ്രാവകം പോലെ എന്തോ ഒന്ന് കാണാൻ സാധിക്കും. അയാളെ അടച്ചിട്ടിരിക്കുന്നത് 40 ലെയറുകളുള്ള ഒരു ഇരുമ്പ് കൂട്ടിലാണ്. അയാളുടെ ശരീരത്തിൽ നിന്നും വരുന്ന ദ്രാവകത്തിന് ഏതൊരു വസ്തുവിനെയും ദ്രവിപ്പിക്കാൻ സാധിക്കും. കീറ്റർ വിഭാഗത്തിൽ തന്നെയുള്ള മറ്റൊരു എൻറ്റിറ്റിയാണ് SCP-2662. കാണുമ്പോൾ ഒരു മനുഷ്യരൂപത്തോട് സാമ്യം തോന്നുന്നുവെങ്കിലും അത് മനുഷ്യനും നീരാളിയും ചേർന്ന ഒരു രൂപമാണ്. അതിൻ്റെ പുറത്ത് 20ഓളം നീരാളി കൈകളുണ്ട്. ഏതാണ്ട് 200ഓളം കിലോയാണ് അതിൻ്റെ ഭാരമായി പറയുന്നത്. അതിനൊരു കുഴപ്പമുണ്ട്. അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പാടില്ല. അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അതിന് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ ഒരിക്കൽ അതിൻ്റെ കണ്ണിലേക്ക് നോക്കിയ ഒരു കാവൽക്കാരൻ്റെ മനസ്സ് നിയന്ത്രിച്ച് മറ്റു കാവൽക്കാരെ അയാളെ ഉപയോഗിച്ച് വെടിവെച്ചിട്ടുള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നു. SCP ഫൗണ്ടേഷനിലെ പ്രവർത്തകരെ 5 ക്ലാസുകളായി വിഭജിച്ചിരിക്കുന്നു. ക്ലാസ് A മുതൽ ക്ലാസ് E വരെ. ക്ലാസ് A എന്നാൽ അത് റൂളിംഗ് കമ്മിറ്റിയാണ്. ഈ ഒരു കമ്മിറ്റിയാണ് ഈ ഒരു സംഘടനയെ പല സ്ട്രാറ്റജികളുമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവരൊരിക്കലും SCP എൻറ്റിറ്റീസുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകളല്ല. അടുത്തത് ക്ലാസ് B. ക്ലാസ് ബിയിൽ പെടുന്ന ആളുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഫിസിക്കൽ ഓപ്പറേഷൻസ് ആണ്. എങ്കിലും അവരൊരിക്കലും നേരിട്ട് SCP എൻറ്റിറ്റീസുമായി ബന്ധപ്പെടുന്നില്ല. എങ്കിലും ചില സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം അവർ SCP എൻറ്റിറ്റീസുമായി നേരിട്ട് ബന്ധപ്പെടും. SCP എൻറ്റിറ്റീസുമായി നേരിട്ട് ബന്ധപ്പെടുന്നത് ക്ലാസ് സിയും ക്ലാസ് ഡിയുമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ SCP എൻറ്റിറ്റീസുമായിട്ട് ബന്ധപ്പെടുന്നത് ക്ലാസ് ഡി ആണ്. ക്ലാസ് ഡിയിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ജയിലുകളിൽ നിന്നാണ്. ജയിലുകളിൽ പല കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെടുന്ന മരണം കാത്തു കിടക്കുന്ന ജയിൽ പുള്ളികളെയാണ് ക്ലാസ് ഡിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ക്ലാസ് ഡിയിലുള്ള പ്രവർത്തനത്തിനിടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജോലിക്കാരുണ്ട്. അവരെയാണ് ക്ലാസ് ഇയിലേക്ക് മാറ്റുന്നത്. അവർ ജീവിതകാലം മുഴുവൻ ക്വാറന്റൈനിൽ തന്നെയായിരിക്കും. ഇങ്ങനെ ക്ലാസ് A മുതൽ ക്ലാസ് E വരെ ഒരുപാട് പേർ ജോലി ചെയ്യുന്നുണ്ട് എങ്കിലും അവരുടെ ഒന്നും യാതൊരുവിധ ഡീറ്റെയിൽസും പബ്ലിക്കിന് അവൈലബിൾ അല്ല. ഇത്രയും കേട്ടപ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമാ കഥ കേട്ടതുപോലെ തോന്നിയില്ലേ? SCP ഫൗണ്ടേഷൻ എന്നത് ഒരു രാജ്യത്തിൽ ഒതുങ്ങുന്നതല്ല. ഈ ലോകത്തിലെ പല രാജ്യങ്ങളിലായി കിടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അമാനുഷികവും അസാധാരണവുമായ പലതിനെയും പൂട്ടിയിട്ടിരിക്കുന്നു. മെൻ ഇൻ ബ്ലാക്ക് എന്ന സിനിമയിൽ കാണുന്നത് പോലെ. അതുപോലെ തന്നെ ഒരു കെട്ടുകഥയായി ഇതിനെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരാൾ പടച്ചുവിട്ട ഒരു കെട്ടുകഥയായി. അങ്ങനെ ഒരാൾ പടച്ചുവിട്ട ഒരു കെട്ടുകഥയാണ് ഇത് എങ്കിൽ എങ്ങനെയാണ് 5000-ലധികം SCP എൻറ്റിറ്റീസ് ഉണ്ടാവുന്നത്? അത് ഒരാൾക്ക് സാധിക്കുന്ന ഒന്നാണ്. ഇനി ഇതിനു പിന്നിൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടോ? അങ്ങനെയെങ്കിൽ ഇത് സാധ്യമാണ്, അല്ലേ? SCP ഫൗണ്ടേഷന്റെ ആരംഭം 2008 ജനുവരിയിലാണ്. അതിന് കാരണമായത് ഒരു അപരിചിതനും. മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ പലതും തുടങ്ങുന്നത് കഥകളിലൂടെയും അല്ലെങ്കിൽ പുസ്തകങ്ങളിലൂടെയുമാണ് എന്ന്. ഏതാണ്ട് ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ പറഞ്ഞ യൂക്ലിഡ് എന്ന വിഭാഗത്തിലുള്ള SCP-173 എന്ന പ്രതിമ, അതിന് നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ സാധിക്കുമെന്ന വിശദീകരണത്തോടുകൂടി ആ ഒരു പ്രതിമയുടെ പോസ്റ്റ്, ആ ഒരു പ്രതിമയുടെ ചിത്രം 4chan എന്ന ഇമേജ് ബോർഡ് വെബ്സൈറ്റിൽ ആരോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏതോ ഒരു കലാകാരൻ സൃഷ്ടിച്ച ഒരു കോൺക്രീറ്റ് പ്രതിമയുടെ ചിത്രത്തോടുകൂടി 2007 അങ്ങനൊരു പോസ്റ്റ് വരുന്നത്. അതൊരു സങ്കല്പമായിരുന്നു. പക്ഷേ ശാസ്ത്രീയമായ വിശദീകരണങ്ങളിലൂടെ അങ്ങനൊരു പോസ്റ്റ് വന്നപ്പോൾ പലരും അത് വിശ്വസിച്ചു.
അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പല കഥാകാരന്മാരും അത്തരം കഥകളും കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ചു. പിന്നീട് ഇവയെല്ലാം SCPകൾ എന്ന പേരിൽ വിളിക്കപ്പെട്ടു. അവയെ ഒരുമിച്ച് ചേർത്ത് ഒരു കൂട്ടർ SCP വിക്കി എന്ന വെബ്സൈറ്റും നിർമ്മിച്ചു. SCP വിക്കി എന്നത് വിക്കിപീഡിയ പോലെ ഒരു വെബ്സൈറ്റാണ്. ആർക്കും എന്ത് ഇൻഫോർമേഷനും ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ്. SCP വിക്കിയിലെ നിങ്ങളുടെ സങ്കല്പങ്ങളിലെ കഥാപാത്രങ്ങളെ നിങ്ങൾക്കും എൻറ്റിറ്റി ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ 2021 ഇത്തരം കഥാപാത്രങ്ങൾ സത്യമാണ് എന്നും SCP വിക്കി എന്ന് പറയുന്ന വെബ്സൈറ്റ് അതിനുള്ള തെളിവാണ് എന്നും വാദിക്കുന്നവരുമുണ്ട് എന്നതാണ് വിഷമിപ്പിക്കുന്ന ഒരു സത്യം. മനുഷ്യരാശിയുടെ തുടക്കം മുതൽക്ക് തന്നെ മനുഷ്യനിൽ കൗതുകമുണർത്തുന്ന ഒരു ചിന്തയാണ് അമാനുഷികത. നമുക്ക് സാധിക്കാത്ത ഒന്ന് മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ എന്നും മനുഷ്യന് ആരാധന മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഭൂമിയിൽ അമാനുഷികമായി യാതൊന്നുമില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ അമാനുഷികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുമുണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ ആ കാരണം നാം കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട്